ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാമൊക്കെ ഇങ്ങ് എത്താറായി. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്ന പോർഷനിൽ നിന്നും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, ഈ താഴെ പറയുന്നതിൽ ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ് എന്താണ്? അയാൾക്ക് ഒരു ഷെൽട്ടർ കൊടുക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഒരാളുടെ ബേസിക് നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഓൾറെഡി പഠിച്ചവർക്കാണെങ്കിൽ ഇതൊരു റിവിഷനായിട്ട് എടുക്കാം. ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് സ്വയം ആൻസർ ചെയ്യാൻ നോക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് മേജർ ഇമ്പോർട്ടൻസ് ടു ഔട്ട്സൈഡ് വ്യൂ. ഔട്ട്സൈഡ് വ്യൂവിന് മേജർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതാണ്? ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ബി, പ്രോസ്പെക്റ്റ്. ഏതാണ്? പ്രോസ്പെക്റ്റ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് മേജർ ഇമ്പോർട്ടൻസ് ടു ഔട്ട്സൈഡ് വ്യൂ. ആൻസർ എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്റ്റ്. ഹു ഈസ് ഹാവിങ് ലീഗൽ ഇൻട്രസ്റ്റ് ഇൻ ലാൻഡ് ഓർ ബിൽഡിങ്. ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ ലീഗൽ ഇൻട്രസ്റ്റ് ഉള്ളത് ആർക്കാണ്? അതിൻ്റെ ഓണർക്കാണ്. ഓക്കെ, ഓണർക്കാണ് ലീഗൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ഓക്കെ, ഹു ഈസ് ഹാവിങ് ലീഗൽ ഇൻട്രസ്റ്റ് ഇൻ ലാൻഡ് ഓർ ബിൽഡിങ്? ഇറ്റ് ഈസ് ഓണർ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷേപ്പ് ഓഫ് പ്ലാൻ മേക്സ് ഹോം കോമ്പാക്റ്റ്. ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള പ്ലാൻ കൊടുക്കുന്നത് ഏത് ഷേപ്പിലാണ്? ഇറ്റ് ഈസ് സ്ക്വയർ ഷേപ്പ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ ഷേപ്പ് ഓഫ് പ്ലാൻ മേക്സ് ഹോം കോമ്പാക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റാൻഡേർഡ് ഷുഡ് കൺസിഡേർഡ് ഇൻ പ്ലാനിങ്. പ്ലാനിങ്ങിൽ നമ്മൾ ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ലോക്കൽ ബിൽഡിംഗ് ബൈലോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് റൂം ഷുഡ് ബി സിറ്റുവേറ്റഡ് നിയർ കിച്ചൺ. കിച്ചണിന് അടുത്തായിട്ട് നമ്മൾ ഏത് വേണം നമ്മൾ കൊടുക്കാൻ? ഡൈനിങ് റൂം വേണം കൊടുക്കാൻ. ദെൻ ഹൗ ദ എക്കോണമി അച്ചീവ്ഡ് ഇൻ ബിൽഡിംഗ്. ബിൽഡിങ്ങിൽ എങ്ങനെയാണ് എക്കോണമി അച്ചീവ് ചെയ്യുന്നത്? പ്രൊവൈഡിങ് സിമ്പിൾ എലിവേഷൻ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എക്കോണമിക്കലാണ്. ഇൻക്രീസിങ് സ്റ്റോറി ഹൈറ്റ് എക്കണോമിക്കാണോ? അല്ല. ഇൻക്രീസിങ് സ്റ്റെപ്സ് ഓഫ് സ്റ്റെയർസ് അല്ല. യൂട്ടിലൈസിങ് ലാർജ് സൈസ്ഡ് കോമ്പൗണ്ട് അല്ല. സോ ഹൗ ദ എക്കോണമി അച്ചീവ്ഡ് ഇൻ ദ ബിൽഡിംഗ്? പ്രൊവൈഡിങ് സിമ്പിൾ എലിവേഷൻ. And what is the name of the unusable floor area excluding staircase? യൂസബിൾ ഫ്ലോർ ഏരിയ എക്സ്ക്ലൂഡിങ് സ്റ്റെയർ കേസ് ഏതാണ്? നമ്മുടെ കാർപ്പറ്റ് ഏരിയ ആണ്. ഓക്കെ, കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഇതെങ്കിൽ ഇതിൻ്റെ ഈ യൂസബിൾ ആയിട്ടുള്ള ഫ്ലോർ ഏരിയ. ഓക്കെ, അതായത് സ്റ്റെയർ കേസ് ഒന്നും അതിനകത്ത് വരത്തില്ല. യൂസബിൾ ആയിട്ടുള്ള ഫ്ലോർ ഏരിയ എന്നതാണ് നമ്മുടെ കാർപ്പറ്റ് ഏരിയ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the name of the built-up area at the floor level? Okay, built-up area at the floor level നമ്മൾ എന്ത് വിളിക്കും? It is plinth area. Then what is the formula for floor area ratio? Floor area ratioയുടെ ഫോർമുല ഏതാണ്? ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ഡിവൈഡ് ബൈ ടോട്ടൽ പ്ലോട്ട് ഏരിയ ഇൻറ്റു 100. അപ്പോൾ ഇത് ഇത്രയും ഈ 3 ക്വസ്റ്റ്യൻസ് മറക്കരുത് കേട്ടോ. എന്താണ്? യൂസബിൾ ഫ്ലോർ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർപ്പറ്റ് ഏരിയ. എക്സ്ക്ലൂഡിങ് സ്റ്റെയർ കേസ് ആണെങ്കിൽ കാർപ്പറ്റ് ഏരിയ. ബിൽറ്റ് ഏരിയ അറ്റ് ദ ഫ്ലോർ ലെവൽ ഏതാണ്? ഇറ്റ് ഈസ് പ്ലിന്ത് ഏരിയ. ഫോർമുല ഫ്ലോർ ഏരിയ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്ലോട്ട് ഏരിയ ഇൻറ്റു 100. അതാണെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോർ ഏരിയ റേഷ്യോ എന്നാണ്. അപ്പോൾ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് എന്താണ്? ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ്, എല്ലാ ഫ്ലോർസിലെയും ടോട്ടൽ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ പ്ലോട്ട് ഏരിയ ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ എന്താണ് ഫ്ലോർ ഏരിയ റേഷ്യോ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ് ആൻഡ് ഇലക്ട്രിക് സപ്ലൈ മെയിൻ. ഓക്കെ, ബിൽഡിങ്ങും ഇലക്ട്രിക് സപ്ലൈ മെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? ഇറ്റ് ഈസ് 1.2 മുതൽ 2 മീറ്റർ വരെ ആയിരിക്കണം അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബിൽഡിങ്ങും ഇലക്ട്രിക് സപ്ലൈ മെയിൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതാണ് 1.2 to 2 മീറ്റർ. വാട്ട് ഈസ് ദ മിനിമം സ്കെയിൽ ഓഫ് വിച്ച് ദ കീ പ്ലാൻ നീഡ് ടു ബി ഡ്രോൺ അക്കോർഡിംഗ് ടു NBC 2005? അപ്പോൾ കീ പ്ലാൻ നമ്മൾ വരയ്ക്കുന്ന മിനിമം സ്കെയിൽ എത്രയിലാണ്? 1:400 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ മിനിമം സ്കെയിൽ ഓഫ് വിച്ച് ദ കീ പ്ലാൻ നീഡ് ടു ബി ഡ്രോൺ അക്കോർഡിംഗ് ടു NBC 2005? ഏതാണ്? 1:400. വിച്ച് പ്ലാൻ ഈസ് അപ്രൂവ്ഡ് ആൻഡ് സാങ്ഷൻഡ് ബൈ കോമ്പറ്റൻറ്റ് അതോറിറ്റി? ഇത് നമ്മുടെ വർക്ക് സൂപ്രണ്ട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? കോമ്പറ്റൻറ്റ് അതോറിറ്റി സാങ്ഷൻ ചെയ്യുന്ന പ്ലാൻ നമ്മൾ എന്ത് വിളിക്കും? സാങ്ഷൻഡ് പ്ലാൻ എന്ന് വിളിക്കും. വാട്ട് ഈസ് ദ നെയിം ഓഫ് പ്ലാൻ വിച്ച് ഗീവ്സ് ലൊക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു നൈബർഹുഡ് ബൗണ്ടറി ഇൻ 1 in 10,000? ഓക്കെ, 1 in 10,000 സ്കെയില് നമ്മൾ എന്ത് നെയ്ബർഹുഡ് ബൗണ്ടറി വിത്ത് റെസ്പെക്ട് ടു നെയ്ബർഹുഡ് ബൗണ്ടറി നമ്മളൊരു പ്ലാൻ വരയ്ക്കുവാണ്. ഏത് പ്ലാനാണ് അതെന്ന് പറയുന്നത്? നമ്മുടെ കീ പ്ലാൻ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്ലാൻ വിച്ച് ഗീവ്സ് ലൊക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു നെയ്ബർഹുഡ് ബൗണ്ടറി 1 in 10,000? ഏതാണ് പ്ലാൻ എന്ന് പറയുന്നത്?
കീ പ്ലാൻ. ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹൊറിസോണ്ടലി സ്ലൈസ് ബിൽഡിംഗ് വ്യൂഡ് ഫ്രം ടോപ്പ്. ഓക്കെ, നമ്മുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു ബിൽഡിങ്ങിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടലി സ്ലൈസ് ചെയ്തിട്ട് മുകളിൽ നിന്ന് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തോ കിട്ടുന്നത്, ആ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ആയിരിക്കും കിട്ടുന്നത് അല്ലേ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, പ്ലാൻ. അപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിനെ അതിൻ്റെ ഹൊറിസോണ്ടലി സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പ്ലാനാണ്. ഇനി വാട്ട് ഈസ് അനദർ നെയിം ഫോർ സബ് ഡിവിഷണൽ പ്ലാൻ. സബ് ഡിവിഷണൽ പ്ലാനിൻ്റെ മറ്റൊരു പേരാണ് ലേ ഔട്ട് പ്ലാൻ. സബ് ഡിവിഷണൽ പ്ലാനിൻ്റെ മറ്റൊരു പേരാണ് ലേ ഔട്ട് പ്ലാൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വാട്ട് ഈസ് എ മാക്സിമം നമ്പർ ഓഫ് ഫ്ലോർസ് ദാറ്റ് ക്യാൻ ബി അലൗഡ് ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആസ് പെർ NBC 2005. NBC 2005 വെച്ചിട്ട് എന്താണ്, ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ മാക്സിമം 3 ഫ്ലോർസ് വരെ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ what is the which is the following IS code is in used for ഫയർ സേഫ്റ്റി. ഫയർ സേഫ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന IS കോഡ് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ IS 1641/1960. ഓക്കെ, എന്താണ് IS 1641/1960. ഈ ഒരു IS കോഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Then, which of the following is used as escape elements in building for fire safety? ഫയർ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ബിൽഡിങ്ങിൽ നിന്ന് ഫയർ ഉണ്ടായാൽ എസ്കേപ്പ് ആവാനായിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ലോബീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് അബ്രിവിയേഷൻ ഫോർ MOEF. MOEF എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് എന്നാണ്. മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ഫോറസ്റ്റ് എന്നാണ് MOEFൻ്റെ അബ്രിവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പാസ് ചെയ്ത വർഷം, ഇതൊക്കെ നമ്മുടെ എന്തുവാ വർക്ക് സൂപ്പറിൻ്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പാസ് ചെയ്തതെന്നാണ് 1980. ഓക്കെ, 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പാസ് ചെയ്തു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊസിഷൻ ഓഫ് ഡോർ ആൻഡ് ടൈപ്പ് ഓഫ് ഡോർ ഷട്ടർ ഓഫ് എ മോർ പ്രൈവസിറ്റി റൂം. അപ്പോൾ ഏത് ടൈപ്പ്, ഈ പറയുന്നതിൽ ഏത് ടൈപ്പ് ഡോർ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡോർ ഷട്ടറാണ് ഒരു റൂമിന് കൂടുതൽ പ്രൈവസി കൊടുക്കുന്നതെന്ന് വെച്ചാൽ കോർണർ ഡോറ് ഡബിൾ ഷട്ടർ, അതായത് കോർണർ ഡോറും ഡബിൾ ഷട്ടറും ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യും, അത് ആ ഒരു റൂമിന് കൂടുതൽ പ്രൈവസി കൊടുക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂം ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് നീഡ് മോർ എയർ ചേഞ്ചസ് പെർ അവർ വൈൽ കമ്പയറിങ് ടു ബെഡ്റൂം ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ബെഡ്റൂമിനെ കൂടാണ്ട് നമുക്ക് കൂടുതൽ എയർ സർക്കുലേഷൻ ഉള്ള റൂം വേറെ ഏതായിരിക്കണമെന്നാണ് ആൻസർ എന്ന് പറഞ്ഞാൽ കിച്ചണിൽ എന്താണ് നല്ല എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഓറിയൻറ്റേഷൻ ഓഫ് ബിൽഡിംഗ്. ഓറിയൻറ്റേഷൻ ഓഫ് ബിൽഡിങ്ങിന് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് എന്തുവാണ്, അതിൽ നിന്ന് റിഡക്ഷൻ ഇൻ എനർജി ബിൽസ്. നമ്മുടെ ബിൽഡിംഗ് നന്നായിട്ട് ഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അതിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ എല്ലാത്തിലും എനർജി ബിൽസ് എല്ലാം എന്ത് ചെയ്യും, നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. വാട്ട് ഈസ് എ മിനിമം സ്കെയിൽ അറ്റ് വിച്ച് എ ബിൽഡിംഗ് പ്ലാൻ നീഡ് ടു ബി ഡ്രോൺ അക്കോർഡിംഗ് ടു NBC 2005. അപ്പോൾ ഒരു NBC 2005 പ്രകാരം എന്താണ് മിനിമം സ്കെയിൽ, നമ്മൾ ബിൽഡിംഗ് പ്ലാൻ വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമം സ്കെയിൽ എത്രയെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് 1:100. എത്രയാണ്, 1:100 ആണ്. വാട്ട് ഈസ് എ മാക്സിമം കവേർഡ് ഏരിയ ഫോർ ആൻ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിക്കുള്ള മാക്സിമം കവേർഡ് ഏരിയ എന്തുവാണ്, ഇറ്റ് ഈസ് 60% ഓഫ് ദ സൈറ്റ് ഏരിയ. ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിൻ്റെ മാക്സിമം കവേർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 60% ഓഫ് ദ സൈറ്റ് ഏരിയ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് വാസ് ക്ലാസിഫൈഡ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ഏത് ഗ്രൂപ്പിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, ഇറ്റ് ഈസ് ഗ്രൂപ്പ് C. ഓക്കെ, ഗ്രൂപ്പ് C എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് കംസ് ഇൻ ഗ്രൂപ്പ് H. ഗ്രൂപ്പ് Hൽ ഏത് ബിൽഡിംഗ് ആണ് വരുന്നത്, ഇറ്റ് ഈസ് സ്റ്റോറേജ് ബിൽഡിംഗ് ആണ് വരുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് പാരലൽ ബിറ്റ്വീൻ ബൗണ്ടറി ആൻഡ് ബിൽഡിംഗ്. ബൗണ്ടറിക്കും ബിൽഡിങ്ങിനും പാരലായിട്ട് വരുന്ന ആ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും, ഇറ്റ് ഈസ് സെറ്റ് ബാക്ക് ലൈൻ. ഏതാണ്, സെറ്റ് ബാക്ക് ലൈൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് പാരലൽ ബിറ്റ്വീൻ ബൗണ്ടറി ആൻഡ് ദ ബിൽഡിംഗ്, ഇറ്റ് ഈസ് സെറ്റ് ബാക്ക് ലൈൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫോർമുല ഫോർ കാർപ്പറ്റ് ഏരിയ. കാർപ്പറ്റ് ഏരിയയ്ക്കുള്ള ഫോർമുല എന്തുമായിരുന്നു, നമ്മുടെ ടോട്ടൽ ഫ്ലോർ ഏരിയ മൈനസ് സർക്കുലേഷൻ ഏരിയ. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് FSI. FSI എന്ന് പറയുന്നതാണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ദെൻ ഹൗ മെനി പേഴ്സൺസ് റിക്വയർ 1 വാഷ് ബേസിൻ ഇൻ പബ്ലിക് ബിൽഡിംഗ്. ഓക്കെ, പബ്ലിക് ബിൽഡിങ്ങിലാണെങ്കിൽ 100 പേർക്ക് ഒരു വാഷ് ബേസിൻ എന്നാണ് നമ്മൾ പഠിച്ചത്. വാട്ട് ഈസ് ദ നോർമൽ ലൈഫ് പീരീഡ് ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് വിത്ത് കോൺക്രീറ്റ് റൂഫ് അക്കോർഡിംഗ് ടു NBC 2005. അപ്പം എന്താണ്, ഒരു കോൺക്രീറ്റ് റൂഫിൻ്റെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഒരു കോൺക്രീറ്റ് റൂഫുള്ള ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ നോർമൽ ലൈഫ് പീരീഡ് എത്രയാണ്, 100 ആണ്, 100 years.
വിച്ച് ഗ്രൂപ്പ് ഇൻ വിച്ച് കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കംസ്. കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഈ പറയുന്നതിൽ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഇറ്റ് ഈസ് അസംബ്ലി ബിൽഡിംഗ്. അസംബ്ലി ബിൽഡിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്? കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. ദെൻ വാട്ട് ഈസ് ദ അലൗബിൾ ഹൈറ്റ് ഓഫ് റൈസർ ഇൻ പബ്ലിക് ബിൽഡിംഗ് വിത്ത് റെസ്പെക്ട് ടു NBC 2005? NBC 2005 പ്രകാരം റൈസർ ഏതിലാണ് വരുന്നത്? നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ കേസിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൈസർ എന്ന് എന്താണ്? ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റ്. സോ ഈ റൈസറിൻ്റെ വാല്യൂ എത്രയാണ് വരാൻ? 15 centimeter. Okay, then which classification does raw building comes in? Raw building വരുന്നത് ഏത് ക്ലാസിഫിക്കേഷനകത്താണ്? റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്താണ് വരുന്നത്. വിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ബിൽഡിംഗ് ഹാവ് ഹയസ്റ്റ് ഫ്ലോർ ഏരിയ റേഷ്യോ പെർമിസിബിൾ? അപ്പോൾ ഹയസ്റ്റ് ഫ്ലോർ ഏരിയ റേഷ്യോ ഈ പറയുന്നതിൽ ഏതിനാണ് വരുന്നത്? നമ്മുടെ മെർക്കൻറ്റൈൽ ബിൽഡിങ്ങിനാണ് വരുന്നത്. ദെൻ വാട്ട് ഈസ് എ പെർമിസിബിൾ ഫ്ലോർ ഏരിയ റേഷ്യോ ഫോർ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്? ഈ ഫ്ലോർ ഏരിയ റേഷ്യോയുടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് പഠിച്ചേക്കണം. ഓക്കെ, അപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2. ഓക്കെ, ഇനി വാട്ട് ഈസ് എ ബേസിക് ഡീറ്റെയിൽ നീഡഡ് ഫോർ എ ഡിസൈൻ എഞ്ചിനീയർ വൈൽ ഡിസൈനിങ് അസംബ്ലിംഗ് ബിൽഡിംഗ്? അസംബ്ലി ബിൽഡിംഗ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസൈൻ എഞ്ചിനീയറിന് നമ്മൾ കൊടുക്കേണ്ടത് എന്തുവാണ്? അവിടുത്തെ നമ്പർ ഓഫ് ഫിക്സഡ് സീറ്റ്, അവിടെ എത്ര ഫിക്സഡ് സീറ്റ് ഉണ്ട് എന്നുള്ളതാണ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസൈൻ എഞ്ചിനീയറിന് കൊടുക്കേണ്ടത്. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് CPU? CPUവിൻ്റെ ഫുൾ ഫോം എന്താണ്? നമുക്കറിയാം, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. വിച്ച് ഇയർ ഡസ് ഫസ്റ്റ് മൈക്രോ പ്രോസസ്സേഴ്സ് വാസ് ഇൻവെൻറ്റഡ്? വിച്ച് ഇയറിലാണ്, ഏത് ഇയറിലാണ് നമുക്ക് മൈക്രോ പ്രോസസ്സർ ഇൻവെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് 1971. 1971 എന്ത് ചെയ്യുന്നത്? മൈക്രോ പ്രോസസ്സർ ഇൻവെൻറ്റ് ചെയ്യുന്നത്. അതെ. വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് CAD? CADിൻ്റെ ഫുൾ ഫോം എന്താണ്? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്, അതാണ് CADിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഈസ് എ ഹയസ്റ്റ് ഡോട്ട്സ് പെർ ഇഞ്ച് വൺ ക്യാൻ പ്രിൻ്റ് എ ഡ്രോയിങ്? ഒരു ഡ്രോയിങ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് ഡോട്ട്സ് പെർ ഇഞ്ച് എത്രയാണ്? ഇറ്റ് ഈസ് 1200 dpi. ദെൻ വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് GUI? GUI എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയും, GUI. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫംഗ്ഷൻ കീ F3? F3 എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? OSNAP. എന്താണ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫംഗ്ഷൻ കീ F3? ഇറ്റ് ഈസ് OSNAP. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ഈസ് ലിമിറ്റഡ് ഫോർ AutoCAD ഇൻസ്റ്റാളേഷൻ? AutoCAD ഇൻസ്റ്റാളേഷന് വേണ്ടി നമുക്ക് ലിമിറ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് Windows 10 ആണ്. Then what is the highest RAM in which AutoCAD 19 will work? AutoCAD 19 വർക്ക് ചെയ്യുന്ന ഹയസ്റ്റ് റാം എന്നാണ്. ഇറ്റ് ഈസ് 3 GB റാമിലാണ് ഹയസ്റ്റ്. 3 GB റാമിൽ എങ്കിലും വേണം AutoCAD 19 വർക്ക് ചെയ്യാനായിട്ട്. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് UCS? UCS എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. ദെൻ വിച്ച് ഷോർട്ട് കീ ഡസ് ദ വർക്ക് ഓഫ് ഓർത്തോ? ഓക്കെ, ഓർത്തോ ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? F8 ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ വിച്ച് ഷോർട്ട് കട്ട് കീ ഡസ് ദ വർക്ക് ഓഫ് റീഡു ലാസ്റ്റ് ആക്ഷൻ? ഓക്കെ, റീഡു ചെയ്യണമെങ്കിൽ Ctrl+Y ആണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഷോർട്ട് കീ H? എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് H യൂസ് ചെയ്യുന്നത്. ഇനി ടെസ്റ്റ് എന്ന് പറഞ്ഞാലോ, അതൊന്നും എന്താണ്? മൾട്ടി ടെസ്റ്റ്. ഓക്കെ, ദെൻ Q എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? സേവേഴ്സ് ചെയ്യാനാണ് നമ്മൾ Q എന്നുള്ള ഷോർട്ട് കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കീസ് ഗീവ്സ് ക്വിക്ക് കാൽക്ക് എന്നുള്ള ഇത് കൊടുക്കുന്ന ഷോർട്ട് കീ ഏതാണ്? Ctrl+8. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ്സ് ഹാസ് വൺ മേജർ ഓപ്ഷൻ? ഒരു മേജർ ഓപ്ഷനുള്ള ഏതാണ്? ഇറ്റ് ഈസ് P ലൈൻ. ദെൻ സോ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു ബിൽഡിംഗ് പ്ലാനിങ്ങിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കാനിരിക്കുന്നവരാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും ആ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.